morning, everyone. Teachers are the backbone of our education system, shaping young minds and inspiring future generations. We know September 5th every year is celebrated as Teachers' Day. The birthday of the former President Sarvepalli Radhakrishnan, a scholar, teacher, and promoter of education. So today we celebrate their dedication, passion, and hard work. അധ്യാപകരുടെ മനസ്സും ഹൃദയവും ഉണർത്തുന്നതിനും പ്രചോദനത്തിൻ്റെ രൂപങ്ങളെ ബഹുമാനിക്കുന്നതിനും വേണ്ടിയാണ് ഇന്ത്യയിലുടനീളം നാം അധ്യാപക ദിനം ആചരിക്കുന്നത്. ഇവിടെ PM ശ്രീ ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ ഗവൺമെൻറ് സീനിയർ സെക്കൻഡറി സ്കൂൾ ചെത്തലത്തിലും നാം അധ്യാപക ദിനം സമുചിതമായി ആഘോഷിക്കപ്പെടുകയാണ്. അധ്യാപകർ നമുക്ക് എന്നും ഒരു വഴികാട്ടിയാണ്. അവർക്കായി ഒരു ഗീതം. നമസ്തേ. തിങ്കളും താരങ്ങളും തുള്ളി കതിർച്ചിന്നും തുങ്കമാമൻ ചൊട്ടിയിലാണെന്റെ വിദ്യാലയം. ഇന്നലെ കണ്ണീർ വർത്തു കരഞ്ഞിടിനവന മിന്നതാച്ചിരിക്കുന്നു പലൊളി ചിതറുന്നു മുൾച്ചെടിത്തരപ്പിലും പുഞ്ചിരി വിരിയറും ചെറുപ്പുന്തോപ്പിലെ പനിനീരുരയ്ക്കുന്നു മധുവിൻ മത്താൽ പറയുന്നു മധുപങ്ങൾ മധുര ജീവിതം ചെറുതാണെന്നെങ്കിലും ആരെല്ലാം ഗുരുനാഥർ പരിധിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ തിങ്കളും താരങ്ങളും തുകളി കതിർച്ചിന്നും തുങ്കമാവാനിൽ തൊട്ടിയിലാണെന്റെ വിദ്യാലയം. ഇനി ആധുനിക വിദ്യാഭ്യാസ രീതിയെ സംബന്ധിച്ച് നമ്മുടെ അധ്യാപകരോട് നമുക്ക് ചോദിച്ചറിയാം. സീനിയർ അധ്യാപിക എന്ന നിലയിൽ 10 വർഷം മുമ്പുള്ള വിദ്യാർത്ഥികളെയും പുതുതലമുറയെയും താരതമ്യം. 10 വർഷം മുമ്പുള്ള വിദ്യാർത്ഥികളും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞാൽ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. കുടുംബം തന്നെ 10 വർഷം മുമ്പുള്ള ഫാമിലി ലൈഫ് അല്ല ഇന്നത്തെ ഫാമിലി ലൈഫ്. അപ്പൊ അത് കാരണം കുട്ടികളുടെ സ്വഭാവ മാറ്റം അല്ലെങ്കിൽ നല്ല സ്വഭാവ രൂപീകരണം കുടുംബത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. മറ്റൊരു കാര്യം, എല്ലാ കുട്ടികളും ഒരേ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത്. അന്നത്തെ കുട്ടികളെ കഴിവ് സ്വരൂപിച്ചിരുന്നത് അവരെ പല പുസ്തക വായനയിലൂടെയും അവരുടെ അധ്യാപകർ പറഞ്ഞു കൊടുക്കുന്നതും പിന്നെ മാതാപിതാക്കളുടെ നിന്ന് കിട്ടുന്ന അറിവിലൂടെയും ചുറ്റുപാടുകളിൽ നിന്നും ശേഖരിക്കുന്ന അറിവുകളിലൂടെയുമായിരുന്നു. ആ കാലഘട്ടത്ത് എഴുതാനും വായിക്കാനും അറിയാത്ത കുട്ടികളുണ്ടായിരുന്നു. പറഞ്ഞു കൊടുത്ത് മുതിർന്നവരോ ആരും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നും വരുന്ന കുട്ടികൾക്ക് അവരുടെ അധ്യാപകരായിരുന്നു. ഇന്ന് ഒന്നും തങ്ങൾക്ക് വേണ്ട, വെറും ഈ മൊബൈലിന്റെ ഒരു മായാവലയത്തിൽപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളെയാണ് കാണുന്നത്. അത്തരം കുട്ടികൾ പഠനത്തിലും സ്വഭാവത്തിലും വളരെ പിന്നോക്കമാണ്. ഇന്നത്തെ കുട്ടികളെ കവച്ചു വയ്ക്കുന്ന കഴിവുള്ള കുട്ടികൾ ഇപ്പോഴുണ്ട്. ആദ്യത്തെ പാഠശാല എന്നുള്ളത് അവന്റെ വീട് തന്നെയാണ്. അവന് പഠിക്കാൻ അനുയോജ്യമായ രീതിയിലുള്ള വളരെ സ്വസ്ഥവും സമാധാനപരവും ശാന്തവുമായിട്ടുള്ള ഒരു കുടുംബ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഒരു പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത്തത്. കാരണം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നും സ്കൂളിലേക്ക് എത്തുന്ന ഒരു കുട്ടിക്കാണ് അവന്റെ പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലെല്ലാം അവൻ ഒന്നാമൻ എത്തണമെങ്കിലും അവൻ നല്ലൊരു മികവ് വെച്ച് പുലർത്തണമെങ്കിലും അവന്റെ കുടുംബ അന്തരീക്ഷം വളരെ ശാന്തവും സമാധാനവും ഉള്ളതായിരിക്കണം. പുതിയ അധ്യാപന രീതികളെ ടീച്ചർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പുതിയ അധ്യാപന രീതി എന്ന് പറയുമ്പോൾ പഴയതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടാണ് ഇന്ന് അധ്യാപകര് ക്ലാസ് റൂമുകളിൽ ഉണ്ടാവേണ്ടത്. സ്റ്റുഡൻസിന് കൂടുതൽ പങ്കാളിത്തം കൊടുക്കണമെന്ന് പ്രധാനമായും പറയുന്നുണ്ട്. അതേപോലെ സ്റ്റുഡൻസിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂമുകളാണ് നമുക്ക് കാണാനുള്ളത്. അതിനനുസൃതമായിട്ടുള്ള അധ്യാപന രീതികളാണ് ക്ലാസ് റൂമുകളിൽ നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൂടുതൽ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഓർത്ത് വെക്കാനും കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവാനും ഉതകുന്ന രീതിയിൽ അത് സഹായകമാകുന്നുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ഞങ്ങൾ പഠിക്കുന്ന ഏതൊരു സാഹചര്യവും ഒരു ലേണിംഗ് എൻവയോൺമെന്റ് ആണ്. അത് ക്ലാസ്സുകളിലായാൽ കുട്ടികൾക്ക് എഫക്റ്റീവായിട്ടും വളരെ നല്ല ഒരു പ്രൊഡക്റ്റീവായിട്ടും കിട്ടുമ്പോഴാണ് ഒരു നല്ല പഠനാന്തരീക്ഷമാവുന്നത്. പുതിയ ക്ലാസ് ആക്ടിവിറ്റീസുകളൊക്കെ ഓർഗനൈസ് ചെയ്യണം ഇൻസ്റ്റിറ്റ്യൂഷനിൽ. പിന്നെ
കുറഞ്ഞ ടൈമിനുള്ളിൽ അത് കുട്ടികൾക്ക് എഫക്റ്റീവ് ആവാനും കഴിയണം. ദീപ വിദ്യാർത്ഥികളെ മലയാളം പഠിപ്പിക്കുമ്പോൾ സാർ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിടാറ്? അക്ഷരമാലകളോ അക്ഷരങ്ങളോ പഠിപ്പിക്കുക എന്നുള്ളതല്ല മലയാളത്തിന്റെ മറ്റു ഭാഷകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിന്ത വികസിക്കുക എന്നുള്ളതാണ് ഭാഷാ പഠനത്തിന്റെ ഏറ്റവും വലിയ കാര്യം. കുട്ടികളുടെ മോറലായിട്ടും അതുപോലെ വൈജ്ഞാനികമായിട്ടും ഭാഷാപരമായിട്ടുമുള്ള വളർച്ചയാണ് ഇവിടെ നാം നേരിടുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ മാനസിക നിലയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ ഉയർന്നു വരാത്തതാണ് ഭാഷാ പഠനത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അപ്പോൾ ആ വെല്ലുവിളി തീരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് കടന്നു ചെല്ലാനും ചിന്തിക്കാനും ഓരോ ദിവസവും നടക്കുന്ന ആനുകാലികമായ മാറ്റങ്ങൾ, അത് ലോകത്തിന് പുറമേയുള്ള മാറ്റങ്ങൾ, അത് സാംസ്കാരികമായും ഭാഷാപരമായും ശാസ്ത്രീയമായുമുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും നമ്മളെ കുട്ടികൾക്ക് സാധിക്കുന്ന കാലത്ത് നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഭാഷാപരം മലയാളത്തിൽ മാത്രമല്ല ഏതുതരം ഭാഷയിൽ നേരിടുന്ന വെല്ലുവിളികളെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. അതിന് പ്രാപ്തിയുള്ള കുട്ടികളാണ് ഈ ലക്ഷദ്വീപിലുള്ളതെന്ന് എൻ്റെ ഈ അധ്യാപന പരിചയത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദേശീയ തലത്തിൽ തന്നെ നോക്കിയാൽ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മുൻപന്തിയിൽ വരാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ ദേശീയ നയങ്ങൾ, വിദ്യാഭ്യാസ നയങ്ങൾ ഏറ്റവും ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. മാത്രമല്ല കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ഏറ്റവും ആദ്യം ഇംപ്ലിമെന്റ് ചെയ്യുന്നതും കേരള സംസ്ഥാനമാണ്. അതുപോലെ വിദ്യാഭ്യാസ പഠന രീതിയിലുള്ള പോരായ്മകൾ മനസ്സിലാക്കാൻ ഇടയ്ക്കിടയ്ക്ക് കമ്മീഷനുകളെ നിയോഗിക്കുകയും അവ പഠിച്ച് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ മന്ത്രിസഭ അംഗീകരിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമൂലം സമഗ്രമായ പരിവർത്തനം എക്കാലവും വിദ്യാഭ്യാസത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുപോലെ റോബോട്ടിക്സും ഒക്കെ പഠിപ്പിക്കുന്ന സർക്കാർ സ്കൂളുകൾ കേരളത്തിലുണ്ട്. ലക്ഷദ്വീപിൽ ഇതേവരെയായിട്ടും ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. അതാണ് പ്രധാനമായിട്ട് കാണുന്ന വ്യത്യാസം. ഒരുപാട് അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ കടന്നു പോയിട്ടുണ്ട്. ഞാൻ ഓർക്കുന്ന ഒരു സന്ദർഭം, ഒരിക്കൽ ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അറബിക്കാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പൊതുവെ അറബിക്ക് പഠിക്കുന്നത് മുസ്ലിം വിദ്യാർത്ഥികളാണ്. അമുസ്ലിമായ ഒരു വിദ്യാർത്ഥി അഗത്തിദ്വീപിലാണ് സംഭവം. ഫിലിപ്പ് എന്നാണ് അവന്റെ പേര്. അപ്പൊ അവന് ദിവസവും ഇങ്ങനെ അറബിക്ക് പഠിക്കണമെന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഇങ്ങനെ ഞാൻ അറബിക്കിനെ കുറിച്ച് കുറെ കാര്യങ്ങളും അതിന്റെ ജോലി സാധ്യതകളും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവസാനം അവന് അറബി ഓപ്ഷനായി തിരഞ്ഞെടുത്ത് എന്റെ വിദ്യാർത്ഥിയായി പഠിക്കുകയും വർഷങ്ങൾക്ക് ശേഷം അവന് എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. അവന് അറബി തന്നെ ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുകയും പിന്നെ പഠിച്ച് എല്ലാ ഒരു സെക്രട്ടറി ലെവലിൽ ഇന്ന് അവന് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണല്ലോ ഇത്. സേഫ് ടച്ച്, അൺസേഫ് ടച്ച്, പ്രൈവറ്റ് പാർട്സ്, പോസ്കോ നിയമം മുതലായവയെ കുറിച്ച് കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ നാം ബോധവൽക്കരിക്കേണ്ടതുണ്ട്. കുട്ടികളിൽ പ്രായത്തിനനുസരിച്ച് ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളെ പേടിയില്ലാതെയും ആശങ്കയില്ലാതെയും ഉൾക്കൊള്ളുന്നതിന് സെക്സ് എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള ചൂഷണങ്ങളും പീഡനങ്ങളും ഇക്കാലത്ത് ഭയാനകരമാണ്. പീരീഡ്, പ്രഗ്നൻസി സമയങ്ങളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കുന്നതിനും സ്ത്രീകളോട് കുറച്ചുകൂടി ബഹുമാനപൂർവ്വം പെരുമാറുന്നതിനും സെക്സ് എഡ്യൂക്കേഷൻ അനിവാര്യമാണ്. കൗമാരപ്രായത്തിൽ കുട്ടികളിൽ ഉണ്ടാകാവുന്ന തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് സെക്സ് എഡ്യൂക്കേഷൻ സഹായിക്കുന്നു. പുതുതലമുറയിലെ സ്വഭാവ രൂപീകരണത്തിൽ നിന്ന് ഒരു അധ്യാപകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെ? ഒന്നാമത് ഡിജിറ്റൽ യുഗത്തിലാണ് വിദ്യാർത്ഥികളുള്ളത്. അപ്പോൾ അവർ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഡിജിറ്റൽ യുഗത്തിലുള്ള അതിൻ്റെ പോരായ്മകളും മറ്റ് പല കാര്യങ്ങളെക്കുറിച്ചും തീർച്ചയായിട്ടും അധ്യാപകർ ബോധവാന്മാരായിരിക്കണം. അതുപോലെ കുട്ടികൾക്ക് എപ്പോഴും ഒരു സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ലൊരു കെയറിങ്, അവർക്ക് സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് മോട്ടിവേഷൻ
പിന്നെ അതുപോലെ തന്നെ നല്ല ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ളവരുടെ പ്രോസസ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലവണ്ണം അവരെ മോട്ടിവേറ്റ് ചെയ്യണം. ഒരു അധ്യാപിക എന്ന നിലയിൽ ടീച്ചർ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? ഒരുപാട് വെല്ലുവിളികൾ നമ്മളിപ്പോ ഇന്നത്തെ സിസ്റ്റത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കണം. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ചെറിയ ക്ലാസ്സുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടേണ്ട മിനിമം അത് നോൺ ഡിറ്റൻഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ 8 വരെ പാസ്സായി വരുന്ന കുട്ടികൾക്ക് ഒരു മിനിമം ആയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള നോളജ് കിട്ടുന്നു. അത് ഏതാണ്ട് മുകളിലേക്ക് വരുന്നത് നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട്. അതാണ് ഏറ്റവും വലിയ ആവശ്യമുള്ളത്. കുട്ടികൾക്ക് ചെറിയ ക്ലാസ്സിൽ നിന്ന് ലഭിക്കേണ്ട കിട്ടാതെ വരുമ്പോൾ മുകളിലത്തെ ഹയർ സ്റ്റഡീസ്, ഇപ്പൊ ഞാനൊരു +2 അധ്യാപികയാണ്, നമ്മളത് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ബേസിക് നോളജ് അത് ഇല്ലാതിരിക്കുന്നത് നമുക്ക് ഭയങ്കര വെല്ലുവിളിയായിട്ട് ഫീൽ ചെയ്യാം. പിന്നെ ഇന്നുള്ള ലോകത്തുള്ള പല പല മാറ്റം വന്നിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോയി അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പരമാവധി ഇപ്പോ ബേസ് ലൈൻ അസസ്മെന്റും മറ്റൊക്കെ നടത്തിക്കൊണ്ട് അത് കൊണ്ടുപോകും. ഒരുപാട് പരിമിതികൾ ലക്ഷദ്വീപിലെ അധ്യാപകർക്ക് ഉണ്ടെന്ന് കാണാം. റിസോഴ്സുകളുടെ അഭാവം പഠന പ്രക്രിയയിലും മറ്റു മേഖലകളിലെ അധ്യാപകരുടെ വളർച്ചയിലെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. അപ്പോൾ വൻകരയിലെ അധ്യാപകരാണ് നല്ല റിസോഴ്സ്ഫുള്ളാണ്. അവരുടെ എപ്പോഴും അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ, വിവരങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ്. ലക്ഷദ്വീപിലെ പ്രഗത്ഭനായ അധ്യാപകൻ, 2008 രാഷ്ട്രപതി അവാർഡ് ജേതാവ്, ചത്ലത്ത് ദ്വീപുകാരനായ റിട്ടയർഡ് അധ്യാപകൻ PO ഹനീഫ സാറുമായി നമ്മുടെ വിദ്യാർത്ഥികൾ നടത്തിയ അഭിമുഖത്തിൽ നിന്നും. അധ്യാപകന് ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ് താങ്കളുടെ അഭിപ്രായത്തിൽ? കർത്തവ്യബോധം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. രണ്ടാമത്തത് പങ്ക്ച്വാലിറ്റി. മൂന്നാമത്തത് സമൂഹത്തിനോടുള്ള കടപ്പാട്. ഇത് ഇത്രയും കൈവശമായി കൊണ്ട് നടക്കുന്ന അധ്യാപകന് സമൂഹത്തിൽ അയാളുടെ ഡ്യൂട്ടി നല്ല നിലയ്ക്ക് നിർവഹിക്കാനും ആ പ്രവൃത്തിയോട് വളരെയധികം കൂടുതലൊക്കാൻ സാധിക്കും. ഇന്നത്തെ അധ്യാപകർക്ക് നൽകാനുള്ള സന്ദേശം എന്താണ്? ഭാവിയിലെ സമൂഹത്തെ വാർത്തെടുക്കേണ്ട ശില്പികൾ എന്നുള്ള ഉത്തമമായ ബോധം അവരിൽ ഉണ്ടായിരിക്കണം. രാവിലെ സ്കൂളിലേക്ക് പോകുന്ന അവസരത്തിൽ ആം കറക്റ്റ്, ഇന്നലെ ഞാൻ കറക്റ്റ് ആയിരുന്നോ, ഇന്ന് ഞാൻ കറക്റ്റ് ആകാൻ പോകുന്നതാണോ എന്നുള്ളതൊക്കെ അധ്യാപകൻ സ്വയം ചിന്തിക്കണം. ചിന്തിച്ചിട്ട് പ്രവർത്തിച്ചാൽ വളരെ നല്ല രീതിക്ക് നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകന് സാധിക്കും. പഴയ കാലം പോലെയല്ല ഇപ്പോൾ. പുതിയ കാലഘട്ടത്തിൽ ധാരാളം വെല്ലുവിളികൾ വിദ്യാർത്ഥികളുടെ ഇടയിലും അധ്യാപകരുടെ ഇടയിലും സമൂഹത്തിന്റെ ഇടയിലും ഒക്കെ കൊണ്ടുപെട്ടിട്ടുണ്ട്. ധാരാളം പ്രശ്നങ്ങളുടെ ഒരു വലിയൊരു മേഖലയായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ മേഖല. അങ്ങനെയൊക്കെ ആവുമ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ അധ്യാപകൻ തയ്യാറായിരിക്കണം. അവരെ നല്ല രീതിക്ക് നയിച്ചു കൊണ്ടുപോകാനും അധ്യാപകൻ തയ്യാറായിരിക്കണം. കാരണം താനും സബ്ജക്റ്റും മാത്രമായി ഒതുങ്ങി നിൽക്കരുത് എന്നുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ സബ്ജക്റ്റ്, എന്റെ പണി, പിന്നെ ശമ്പളം കിട്ടുക എന്നുള്ള ഒരു ചിന്താഗതിയിലേക്കല്ലാതെ ഇത് വളരെ നോബിളായിട്ടുള്ള ഒരു ജോലിയാണ് എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അധ്യാപകർ തയ്യാറാകണം. എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ള, അല്ലെങ്കിൽ ഉത്തരം കിട്ടി സമൂഹം നന്നാകാനുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാൻ അധ്യാപകന് സാധിക്കുക. ഒരു അധ്യാപകൻ എന്ന നിലയിൽ താങ്കളുടെ അധ്യാപന ജീവിതത്തിലെ ഒരു മറക്കാനാവാത്ത നല്ല അനുഭവം? 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് പാസ്സാകാൻ റിസൾട്ട് ഇടുന്ന സമയത്ത് ഒരു കുട്ടിയെ ഞാൻ പാസ്സാക്കിയില്ല. ഹെഡ് മാസ്റ്റർ എന്നോട് നിർബന്ധിച്ച ആ കുട്ടിയെ പാസ്സാക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. ഞാൻ എന്നിട്ടും സമ്മതിക്കാതെ അവസാനം ഹെഡ് മാസ്റ്ററുടെ നിർബന്ധപ്രകാരം ആ കുട്ടിയെ ഞാൻ 10ാം ക്ലാസ്സിലേക്ക് പാസ്സാക്കി. കാരണം അർഹതയില്ലാത്ത കുട്ടിയാണ്, പക്ഷെ ഹെഡ് മാസ്റ്ററുടെ നിർബന്ധപ്രകാരം എനിക്കത് ചെയ്യേണ്ടി വന്നു. പിന്നെ ആണ് ഞാൻ ചിന്തിച്ചു നോക്കിയപ്പോൾ അടുത്ത വർഷത്തെ റിസൾട്ട് വന്നു. അതിന്റെ അടുത്ത വർഷമായി ആ കുട്ടി അപ്പൊ തന്നെ പഠിച്ച് പാസ്സായി. മറ്റുള്ള കുട്ടികളെക്കാളും കൂടുതൽ മാർക്കോടുകൂടി പാസ്സാകുകയും കുട്ടി ഞാൻ അവിടെ ഉള്ള സമയത്ത് തന്നെ ഉദ്യോഗത്തിൽ കയറുകയും ചെയ്തു. അന്ന് ഞാനൊരു പാഠം പഠിച്ചു. ഒരു കുട്ടിയെയും അങ്ങനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അപ്പൊ ആ കുട്ടി എന്തായി തീരും എന്നുള്ളത് നമുക്കാർക്കും
പ്രകടിക്കാൻ പറ്റാത്ത സംഗതിയാണ്. ചില പെട്ടെന്നുള്ള അവസരങ്ങൾ വന്നെത്തുമ്പോൾ കുട്ടി ആ അവസരത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുകയും അവൻ ജീവിതത്തിൽ വലിയ വിജയം കരസ്ഥമാക്കുകയും ചെയ്യുന്നു. അധ്യാപകർ നോക്കിയിട്ട് പലപ്പോഴും എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയാറുണ്ട്. എന്നാൽ അവനെ പലതിനും കൊള്ളും എന്നുള്ളതാണ്. പല നല്ല കാര്യത്തിനും കൊള്ളും എന്നുള്ളതാണ്. അവൻ ചിലപ്പോൾ പഠിക്കാൻ മോശമായിരിക്കും, സമൂഹത്തിൽ അവൻ വേണ്ടപ്പെട്ടവനായിരിക്കും. അവിടെയാണ് കാര്യം കിടക്കുന്നത്. ഈ പഠിച്ചവനെ സമൂഹത്തിൽ എന്ത് വിലയാണുള്ളത്, അവൻ സമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിലാണ് നമ്മൾ വില കൽപ്പിക്കേണ്ടത്. കുട്ടികളെ നമ്മൾ ഒരു തലത്തിൽ വെച്ചിട്ടും അവസാനത്തെ അസസ്മെന്റ് ആയിട്ട് അസസ് ചെയ്ത് കളയരുത് എന്നുള്ള ഒരു ഉപദേശമാണ് എനിക്ക് അധ്യാപകർക്ക് കൊടുക്കാനുള്ളത്. Only the brave choose to teach. A teacher can inspire hope, ignite the imagination and instill a love of learning. أفضل المعلمين هم يدرسون طلابهم من قلوبهم وليس من الكتاب. ഒരു വിദ്യാർത്ഥിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പാഠപുസ്തകം ഒരു നല്ല അധ്യാപകനാണ്. A good teacher is like a candle. It consumes itself to light the way for others. ज्ञान से बड़ा कोई दान नहीं और गुरु से बड़ा कोई दानी नहीं. A good education can change everyone. A good teacher can change everything. Hi. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ആണ്? എന്നുകൊണ്ട് എല്ലാം പഠിപ്പിക്കണ്ട നല്ല ചില്ലാണ്. നിങ്ങളെ മനസ്സിന്റെ ടീച്ചറെ ചൊല്ലി എങ്ങനെ ആയിരിക്കും? നന്നായി പഠിപ്പിക്കണം.
Thank you.